നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒബീസിറ്റി, ഓവർ വെയ്റ്റ് അതൊക്കെ കൂടി വരുവാണ്. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പിന്നെ ഡയറ്റ്, അതൊക്കെ മോഡിഫൈ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ നാച്ചുറൽ ഷുഗേഴ്സാണ്. പിന്നെ ഈ ചിലപ്പോൾ ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുമ്പോൾ അത് നമ്മളുടെ വയറ് കുറച്ചും കൂടെ ഫില്ലിങ് സെൻസേഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് വേറെ ചിലപ്പോൾ ഫാറ്റി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ തരം ഫ്രൂട്ട്സ് ഉണ്ട്. ഏത് വേണം, ഏത് വേണ്ട, ഏത് കഴിക്കണം, അതൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും. പിന്നെ ഉള്ളത് അതിൽ വേറെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടോ, അതൊക്കെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും അത് കഴുകിയിട്ട് തന്നെ കഴിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഉണ്ടാവുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ അത് ഒരു പോർഷൻ എല്ലാ ദിവസവും ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് മാത്രമല്ല, ഇപ്പം കൂടുതൽ പൈസയാവുന്ന ആ ഫ്രൂട്ട് തന്നെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഏത് ഫ്രൂട്ടാണ് സീസണൽ, ഏത് സീസണിൽ ഏത് ഫ്രൂട്ടാണ് അവൈലബിൾ ആ ഫ്രൂട്ട് കഴിക്കുക. പിന്നെ അഥവാ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണ്, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണ്, അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ കൂടുതൽ ഷുഗർ ഇട്ട് കുടിക്കാതിരിക്കുക. അത് ആ ഫ്രൂട്ട് അടിച്ച് അത് അരിക്കാതെ കുടിക്കണം. എന്ന് വെച്ചാൽ അരിക്കാതെ കുടിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ഫൈബർ നമ്മുടെ ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ പറയുന്നത് മാംഗോ, ആപ്പിൾ എല്ലാം ഉണ്ട്. അപ്പം മാംഗോ എന്ന് പറഞ്ഞാൽ അത് അറിയാം കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ യെല്ലോ കളർ, അപ്പോൾ യെല്ലോ കളറ് ആണ് അതിൻ്റെ ന്യൂട്രിയൻ്റ് ഉള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ പറയും ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. അത് നമ്മൾ കൊച്ചിലെ തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. അതിൽ ഫൈബർ കണ്ടൻറ്റ്, പെക്റ്റിൻ അതൊക്കെ ഉള്ളപ്പോൾ നമ്മളുടെ വയറ് ഫിൽഡായിട്ട് തോന്നും. പിന്നെ അതിൽ വിറ്റാമിൻസ് ഇതൊക്കെ കൂടുതലാണ്. പിന്നെ ഉള്ളത് നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ലെമൺ, ഇതിലൊക്കെ വിറ്റാമിൻ സി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഈ കൊളാജൻ സിന്തസിസ് അത് എന്ന് വെച്ചാൽ അത് സ്കിന്നിന് നല്ലതാണ്. പിന്നെ ഉള്ളത് വിറ്റാമിൻ സി നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി, എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ അത് കൂടുതലായിട്ട് കാണുമ്പോൾ ഇങ്ങനത്തെ വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ബെറീസ് എന്ന് പറഞ്ഞാൽ ഈ ക്രാൻബെറി, പിന്നെ റാസ്ബെറി, സ്ട്രോബെറി, ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ വിറ്റാമിൻ സി അതൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പൈസയാവുകയാണെങ്കിൽ അത് തന്നെ കഴിക്കണം എന്നല്ല, നമുക്ക് പറ്റുന്ന ഏത് ഫ്രൂട്ടാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പോമോഗ്രാനറ്റ്, വാട്ടർമെലൺ, ഈ സീസണിൽ ചിലപ്പോൾ വാട്ടർമെലൺ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഈ വാട്ടർമെലണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് 90% വെള്ളമാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത് അരിച്ചല്ല കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിൽ അരിച്ച് കുടിക്കരുത്. അത് മുഴുവനായിട്ട് ഷുഗർ കുറച്ച് വേണം ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അത് ഫില്ലിങ് ഇഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വയറ് ഫിൽഡായിട്ടിരിക്കും, വേറെ ആഹാരം നമ്മൾ കഴിക്കുന്നത് കുറയും. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്നാക്സ് കഴിക്കുക, ചായ, അതിൻ്റെ കൂടെ ഒരു കടി കഴിക്കുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ആ സ്നാക്സ് ഒരു ദിവസമെങ്കിലും അത് ഫ്രൂട്ട്സ് ആക്കിയാൽ അത് നല്ലതായിരിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.